ഇന്ന് കാർഷിക കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ ഗ്രാമമായ കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപൊയിൽ എന്ന ഉൾഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും ദൃശ്യഭംഗികളുമാണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു ദിവസമൊന്നും മതിയാവില്ല. കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഇത് കൂടരഞ്ഞി, ഒരു മലയോര കാർഷിക ഗ്രാമം. തെങ്ങും കമുകും റബ്ബറുമൊക്കെ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുള്ള നന്മ നിറഞ്ഞൊരു ഗ്രാമം. ഇതാണ് കൂടരഞ്ഞി പള്ളി. ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ പ്രശസ്തമാണ്. ഇതാണ് കൂമ്പാറ അങ്ങാടി. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ ഒരു ജംഗ്ഷൻ കാണാം. അവിടെ നെയിം ബോർഡും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടത്തോട്ട് പോയാലാണ് നമുക്ക് പോകേണ്ട കക്കാടംപൊയിൽ. വലത്തോട്ട് പോകുന്നത് അരീക്കോട് തോട്ടുമുക്കം ഭാഗത്തേക്കാണ്. ഇവിടെ മുതൽ ഒരു കയറ്റം തുടങ്ങുകയാണ്. ഇതാണ് കക്കാടംപൊയിലേക്കുള്ള ആദ്യത്തെ ഹെയർപിൻ വളവ്. ഇതുപോലത്തെ വളവുകളും കയറ്റങ്ങളും ഒക്കെ നമുക്കിനിയും കയറേണ്ടതുണ്ട്. ഇതൊരു അപകട മേഖല കൂടിയാണ്. വരുന്നവർ ശ്രദ്ധിക്കണേ. പോകുന്ന വഴിക്ക് നമുക്കൊരു കാട്ടരുവി കാണാം. ഞാൻ അവിടേക്കൊന്ന് ഇറങ്ങി ചെല്ലുകയാണ്. ഇതുവഴി പോകുന്ന ധാരാളം സഞ്ചാരികൾ കുടുംബത്തോടൊപ്പവും അല്ലാതെയുമൊക്കെ വന്ന് ഈ അരുവിയിൽ കുളിക്കാറുണ്ട്. എങ്കിലും മഴക്കാലത്ത് ഇത്തരം അരുവികളിൽ ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. മലയിൽ കനത്ത മഴ പെയ്യുന്നതും വെള്ളം ശക്തമായി ഒഴുകിയെത്തുന്നതും വളരെ പെട്ടെന്നായിരിക്കും. അഥവാ വെള്ളത്തിലിറങ്ങുമ്പോൾ വെള്ളത്തിന് നേരിയ കലക്കുനിറം വരുന്നത് കണ്ടാൽ ഉടനെ അരുവിയിൽ നിന്നും കയറിപ്പോരേണ്ടതാണ്. വരാനിരിക്കുന്ന കുത്തൊഴുക്കിൻ്റെ മുന്നോടിയാണിത്. ഇതാണ് കക്കാടംപൊയിൽ. ആ ദൂരെ കാണുന്ന വഴിയിലൂടെ പോയാൽ നമുക്കൊരു വ്യൂ പോയിന്റിലെത്താം. ആ വഴിയിലൂടെ മുകളിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നൊരു കാഴ്ചയാണിത്. ഇതുവഴി മുകളിലേക്ക് കയറും തോറും രണ്ടു വശത്തുമായി മനോഹരമായ ഒരുപാട് കാഴ്ചകളാണുള്ളത്. കക്കാടംപൊയിലെ കാഴ്ചകൾ കാണാൻ വരുന്നവർ ഈ ഒരു വ്യൂ പോയിന്റ് സന്ദർശിക്കാതെ പോകരുത്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടി ഇവിടെയും പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കലും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം.
താഴെ നിന്നും ആദ്യം കാണിച്ച വലിയ പാറയുടെ മുകൾ വശമാണിത്. ഇപ്പോൾ മഴയില്ലാത്തതിനാലാണ് പാറയ്ക്ക് വഴുക്കലില്ലാത്തത്. മഴയത്ത് വരുന്നവർ സൂക്ഷിക്കണേ. ഇവിടെ നിന്നും കാണുന്ന ദൂരക്കാഴ്ചകൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം തരുന്ന ഒന്നാണ്. ഒരുപാട് സഞ്ചാരികളും ഇവിടെ എത്താറുണ്ട്. കുറേ നേരം സംസാരിച്ചിരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇത്ര വെയിലുണ്ടായിട്ടും നല്ല കാറ്റുള്ളതിനാൽ ക്ഷീണം തോന്നിയതേയില്ല. അതിസുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള പഞ്ചായത്തിൻ്റെ വേസ്റ്റ് ബിന്നുകളിൽ നിക്ഷേപിക്കുക. ഈ മലയുടെ അങ്ങേ ചെരിവാണിത്. ഇവിടെ നിന്നും കടലിരമ്പുന്ന പോലെ ഒരു ശബ്ദം പച്ചപ്പിനുള്ളിൽ നിന്നും നമുക്ക് കേൾക്കാം. വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമാണിത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. കക്കാടംപൊയിൽ അങ്ങാടിയിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ കുരിശുമലയിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. നമ്മൾ അങ്ങനെ നായാടംപൊയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും കുരിശുമലയ്ക്ക് ജീപ്പ് സർവീസും ഉണ്ട്. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അങ്ങനെ കുരിശുമലയിലേക്കുള്ള കയറ്റം കയറാൻ തുടങ്ങുകയാണ്. ഇവിടെ നിന്നും ഒരു കുപ്പി വെള്ളവും വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേർ നടന്നു കയറുന്നുമുണ്ട്. തിരിച്ചിറങ്ങി വരുന്നവരെയും കാണാം. കാഴ്ചകൾ കണ്ടും ചിത്രങ്ങളെടുത്തും നടക്കാമല്ലോ എന്ന് കരുതിയാണ് ജീപ്പിൽ പോരാതിരുന്നത്. കയറ്റം കയറി തുടങ്ങിയപ്പോൾ തന്നെ മതിയായി. ഇന്ന് നല്ല വെയിലും ചൂടുമുണ്ടായിരുന്നു. എത്ര തന്നെ കയറിയിട്ടും ഇതിൻ്റെ അറ്റം കാണാൻ സാധിക്കാതെ പല സ്ഥലത്തും ക്ഷീണം കാരണം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ കുരിശുമലയിലെത്തി. വഴിയിൽ വെച്ച് കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും കണ്ടു. പ്രധാന വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങളിങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങിങ്ങായി ആളുകൾ ഇരിക്കുന്നത് കാണാം. ഇവിടെ മുകളിലെത്തിയാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് നടന്ന് കാണാനുണ്ട്. താഴെ നിന്നേ നടന്നു വന്നാൽ ആകെ ക്ഷീണിച്ച് ഒന്നിനും പറ്റാതാകും. ജീപ്പിന് വരുന്നതാണ് കൂടുതൽ നല്ലത്. മുകളിലേക്ക് കയറി ചെന്നാൽ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ടെന്നുള്ള സന്തോഷത്തിലാണ് ഇത്ര ഉത്സാഹത്തോടെ ക്ഷീണം മറന്ന് ഈ ഓടിക്കയറുന്നത്.
ഈ കാണുന്നതാണ് സ്വർഗക്കുന്ന്. അങ്ങനെ നമ്മൾ കുരിശുമലയുടെ ഏറ്റവും മുകളിലെത്തി. വർണ്ണനകൾക്കതീതമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. മലബാറിൻ്റെ ഗവി എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാവും. നിലയ്ക്കാത്ത കാറ്റും കണ്ടുമടുക്കാത്ത പ്രകൃതി ഭംഗിയും കാരണം ഇവിടെ നിന്നും പോവാനേ തോന്നില്ല. ഇവിടെ നിന്നും എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും മലനിരകളും മാത്രം. ഇവിടുത്തെ അന്തരീക്ഷം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നല്ല കോടമഞ്ഞിനാൽ ചുറ്റുപാടുകൾ കാണാൻ പറ്റാത്ത അവസ്ഥകളുമുണ്ട്. ഏത് കാലാവസ്ഥയിലും ഇവിടെ മനോഹരമാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്വർഗക്കുന്നിലേക്ക് ഒരുപാട് ഇനിയും കയറണം. ഇവിടെ എത്തിയാൽ ആകാശം തൊട്ടടുത്തെത്തിയ പോലൊരു അനുഭവമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2200 അടിയോളം ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് സഞ്ചാരികൾ ദിവസവും ഇവിടെ വരാറുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നവരെ പോലും കാണാം. കാഴ്ചകൾ കണ്ടു മതിയാവാതെ സമയക്കുറവ് കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ആരും മറക്കരുതേ.